നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വിഷയം തൈറോയിഡിനെ പറ്റിയിട്ടാണ് കേട്ടോ. അപ്പോൾ പൊതുവെ സ്ത്രീകളിൽ കണ്ടുവരുന്ന ഒരു കണ്ടീഷനാണ് ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഹൈപ്പോ തൈറോയിഡിസം ഉള്ള സ്ത്രീകളിൽ കണ്ടുവരുന്ന ലക്ഷണങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ഷീണം, തളർച്ച, പിന്നെ അതുപോലെ തന്നെ എപ്പോഴും ഉറക്കം വരുന്ന അവസ്ഥ, പിന്നെ പീരീഡ്സിന്റെ ഇറഗുലാരിറ്റി, ഒന്നിനും ഒരു ശ്രദ്ധയില്ലാത്ത അവസ്ഥ, ഒന്നിനും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല അവർക്ക്. പിന്നെ അതുപോലെ തന്നെ പീരീഡ്സിന്റെ ഇറഗുലാരിറ്റി നമ്മൾ പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ വെയിറ്റ് പെട്ടെന്ന് കൂടി വരുന്ന അവസ്ഥ, ചിലവരിൽ കുറഞ്ഞു വരുന്ന അവസ്ഥ, പിന്നെ ഉറക്കം റെഡിയാവാത്ത അവസ്ഥ, ചിലവരിൽ ഉറക്കം കിട്ടുണ്ടാവില്ല, ചിലവർക്ക് ഉറക്കം ഇങ്ങനെ എപ്പോഴും ക്ഷീണം കാരണം എപ്പോഴും ഇങ്ങനെ എടുക്കാൻ തോന്നാം, ഉറങ്ങാൻ തോന്നാം. ഇങ്ങനത്തെ പല കണ്ടീഷനുകളും കാണിക്കാറുണ്ട്. അമിതമായിട്ടുള്ള മുടി കൊഴിച്ചിൽ, ശരീരത്തിൽ എവിടെ തൊട്ടാലും വേദന പോലെ അനുഭവപ്പെടാം, പ്രത്യേകിച്ച് സന്ധി ഭാഗങ്ങളിലൊക്കെ തന്നെ വേദന കൂടുതലായിട്ട് അനുഭവപ്പെടാം. ഇങ്ങനെയുള്ള പല ലക്ഷണങ്ങളും കാണിക്കാറുണ്ട്. അതുപോലെ തന്നെ കയ്യും കാലും വളരെയധികം തണുപ്പ് ഫീൽ അനുഭവപ്പെടാം, കൂളായിട്ടിരിക്കുന്ന അവസ്ഥ. അപ്പോൾ മരവിപ്പ് പോലുള്ള കണ്ടീഷനുകളും ഇങ്ങനെയുള്ളവരിൽ സിംറ്റംസ് കാണിക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഹൈപ്പോ തൈറോയിഡിസം ആയിട്ടുള്ള സ്ത്രീകളിൽ കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഈ ഒരു തൈറോയിഡിന്റെ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ചിട്ട് ഇതിന്റെ കാറ്റഗറി രണ്ട് തരത്തിലാണ് ഇത് പ്രത്യേകിച്ചും പറയുന്നത്. അതായത് ഹൈപ്പോ തൈറോയിഡിസം എന്നും ഹൈപ്പർ തൈറോയിഡിസം എന്നും. അപ്പോൾ നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങൾ നമ്മൾ ഹൈപ്പോ തൈറോയിഡിസത്തിന്റെ ലക്ഷണങ്ങളാണ്. ഇനി ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഹോർമോണിന്റെ സെക്രീഷൻ, തൈറോക്സിൻ എന്ന ഹോർമോണിന്റെ സെക്രീഷൻ അമിതമായിട്ട് കൂടുമ്പോൾ അങ്ങനെ വരുന്ന പ്രശ്നങ്ങളാണ് ഈ ഒരു ഹൈപ്പർ തൈറോയിഡിസം പോലുള്ള കണ്ടീഷന് വരാം. ഇങ്ങനെയുള്ളവരിൽ കൂടുതലായിട്ട് അതായത് ശരീരത്തിൽ ഭയങ്കരമായിട്ട് ചൂട് കൂടി വരുന്ന അവസ്ഥ നമുക്ക് തോന്നാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ വിശപ്പ് കൂടുതലായിട്ട് തോന്നാറുണ്ട്, നെഞ്ചിടിപ്പ് ഭയങ്കരമായിട്ട് കൂടി വരുന്ന ഒരു ഫീലിംഗ് നമുക്ക് തോന്നാറുണ്ട്. പിന്നെ ഒന്നിനോടും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, ഒന്നിനും ശ്രദ്ധ ഉണ്ടാവില്ല, ഓർമ്മക്കുറവ് ഉണ്ടാകുന്ന അവസ്ഥ, പിന്നെ വെയിറ്റ് ഭയങ്കരമായിട്ട് കൂടി വരുന്ന അവസ്ഥ. ഇങ്ങനെയെല്ലാം തന്നെ ഈ ഒരു ഹൈപ്പർ തൈറോയിഡിസം ആയിട്ട് കാണിക്കാവുന്ന ലക്ഷണങ്ങളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു തൈറോയിഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ചെയ്യുന്ന ലാബ് ടെസ്റ്റ് എന്ന് പറയുന്നത് TSH ആണ്. അതായത് തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്ന ടെസ്റ്റാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു TSHന്റെ വാല്യൂ അനുസരിച്ചിട്ടാണ് നമുക്ക് ഈ ഒരു പേഷ്യൻറ്റിൽ ഹൈപ്പർ തൈറോയിഡിസം ആണോ ഹൈപ്പോ തൈറോയിഡിസം ആണോ എന്ന് നമ്മൾ സ്ഥിരീകരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു രണ്ട് കണ്ടീഷൻ അല്ലാതെ തന്നെ മൂന്നാമതായിട്ട് വരുന്ന ലക്ഷണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലവരിൽ തൊണ്ടയിൽ സ്വെല്ലിങ് എന്ന രീതിയിൽ, അതായത് ചെറിയൊരു മുഴ ഒക്കെ പോലെയുള്ള ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട്. ഇങ്ങനെയുള്ളവരിൽ നമ്മൾ സ്കാൻ ചെയ്ത്, അതായത് തൊണ്ടയിൽ സ്കാൻ ചെയ്തിട്ട് ചിലപ്പോൾ നമുക്ക് നീഡിൽ ടെസ്റ്റ് എന്ന രീതിയിൽ ബയോപ്സി പോലുള്ള ലാബ് ടെസ്റ്റുകൾ നമുക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് അതിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമുക്ക് ഈ ഒരു കേസ്, അതായത് കണ്ടീഷനുള്ള ട്രീറ്റ്മെന്റ് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു തൈറോക്സിൻ എന്ന ഹോർമോണിന്റെ അളവ് കുറഞ്ഞു വരുന്ന അവസ്ഥയാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടീഷനിൽ നമ്മൾ ഹോർമോൺ റീപ്ലേസ്മെന്റ് തെറാപ്പിയാണ് നമ്മൾ ചെയ്യുന്നുണ്ടാവുക. പിന്നെ അതുപോലെ തന്നെ ഹൈപ്പർ തൈറോയിഡിസം ഉള്ളവരിൽ നമുക്ക് ഹോർമോൺ കൂടി വരുന്ന അവസ്ഥ, അപ്പോൾ നമുക്ക് അത് കുറയ്ക്കണം അല്ലേ. എന്നാൽ മാത്രമേ ശരീരം മെയിൻറ്റെയിൻ ചെയ്തിട്ട് ആ ഒരു ബാലൻസ്ഡ് ആയിട്ട് പോകാൻ പറ്റുകയുള്ളൂ. അതിനായിട്ട് നമ്മൾ ഹോർമോൺ സപ്രഷൻ തെറാപ്പിയാണ് ഈ ഒരു ഹൈപ്പർ തൈറോയിഡിസം ഉള്ള പേഷ്യൻസിന് കൊടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ മൂന്നാമതായിട്ട് നമ്മൾ പറഞ്ഞ കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൊണ്ടയിൽ വരുന്ന സ്വെല്ലിങ് പോലുള്ള കണ്ടീഷനുള്ളവർക്ക്, മുഴ പോലുള്ളവർക്ക്, ഇങ്ങനെയുള്ളവർക്ക് നമുക്ക് കൃത്യമായ രീതിയിൽ നമ്മൾ അതിൻ്റെ വലിപ്പം മറ്റു കാര്യങ്ങളൊക്കെ സ്കാൻ ചെയ്തിട്ട് നോക്കിയതിന് ശേഷം മാത്രമാണ് നമുക്ക് മറ്റ് ഫർദർ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റോ അല്ലെങ്കിൽ തന്നെ നമുക്ക് സർജറി സെക്ഷനിലോട്ട് ചിലപ്പോൾ നമുക്ക് പോകേണ്ടിയിരിക്കും. ചിലവർക്ക് അങ്ങനെ പോകേണ്ട അവസ്ഥകൾ വരാറുണ്ട്. അപ്പോൾ അത് വളരെ 5% ഒക്കെ അത് വരാറുള്ളൂ. അത്രയും ലാസ്റ്റ് സ്റ്റേജിൽ മാത്രമേ അതിൻ്റെ വലിപ്പം, അതിൻ്റെ ആ ഒരു കോംപ്ലിക്കേഷനൊക്കെ കൂടുതലായിട്ട് വരുന്ന അവസ്ഥയിൽ മാത്രമാണ് സർജറി പോലുള്ള സെക്ഷനിലോട്ട് നമുക്ക് ഈ ഒരു സ്വെല്ലിംഗ് ഒക്കെ കഴുത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഇതാണ് ഇതിൻ്റെതായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ ഇതൊക്കെയാണ് പൊതുവായിട്ട് നമ്മൾ കണ്ടുവരുന്ന ട്രീറ്റ്മെൻറ്റുകൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു തൈറോയിഡിൻ്റെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ സാധാരണയായിട്ട് ചെയ്യുന്ന ടെസ്റ്റുകളാണ് ഈ ഒരു TSH, പിന്നെ അതുപോലെ തന്നെ T3, T4 എന്നൊക്കെ പറയുന്ന ടെസ്റ്റുകൾ. അപ്പോൾ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ മിക്കവർക്കുമുള്ള സിംറ്റംസ് ആണ്, അതായത് ശരീരത്തിൽ പല ഭാഗങ്ങളിലുള്ള വേദന, അതുപോലെ ഇൻഫ്ലമേഷൻ വരുന്നതിൻ്റെ ഭാഗമായിട്ട് വരുന്ന പലയിടത്തും വരുന്ന നീര് പോലുള്ള കണ്ടീഷനുകൾ, ശരീരത്തിൽ എവിടെ തൊട്ടാലും വേദന അനുഭവപ്പെടാം, അമിതമായിട്ടുള്ള മുടി കൊഴിച്ചൽ, പിന്നെ സ്കിൻ റിലേറ്റഡ് ആയിട്ട് വരുന്ന പല പ്രശ്നങ്ങൾ, അങ്ങനെയൊക്കെ തന്നെ നമ്മുടെ സ്കിന്നിൽ പല ഭാഗങ്ങളിലായിട്ട് അലർജി റിലേറ്റഡ് ആയിട്ട് വരുന്ന പ്രശ്നങ്ങൾ, തലയിൽ തന്നെ നല്ല രീതിയിൽ താരം വരുന്ന അവസ്ഥ, ഇതൊക്കെ തന്നെ കോമൺ ആയിട്ട് പലരും പറയുന്ന ലക്ഷണങ്ങൾ തന്നെയാണ് അല്ലേ.
അപ്പോൾ ഈ ഒരു ലക്ഷണങ്ങൾ സ്ഥിരമായിട്ട് വിട്ടുമാറാതെ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഇത് തൈറോയിഡിന്റെ ലക്ഷണങ്ങളൊക്കെ ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും. പക്ഷെ നമ്മൾ സാധാരണയായിട്ട് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ T3, T4, TSH ഒക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ സാധാരണയായിട്ട് ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണിക്കുന്നവരിലും ഈ ഒരു ലാബ് ടെസ്റ്റിൽ ഈ ഒരു TSHന്റെ വാല്യൂലോ അല്ലെങ്കിൽ T3, T4ന്റെ വാല്യൂലോ യാതൊരു വ്യത്യാസവും കാണിക്കാറില്ല, നോർമൽ ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ളവരിൽ അപ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇങ്ങനെയുള്ളവർക്ക് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറുമായി റിലേറ്റഡ് ആയിട്ടുള്ള തൈറോയിഡൈറ്റിസ് പോലുള്ള കണ്ടീഷനുകൾ ശരീരത്തിൽ വന്നിട്ടുണ്ടായിരിക്കും. ഈ ഒരു കണ്ടീഷൻ വന്നാൽ തന്നെ ഒരു 7-8 കൊല്ലമൊക്കെ കഴിയുമ്പോഴാണ് ഇതൊരു തൈറോയ്ഡ് പോലുള്ള മറ്റ് കോംപ്ലിക്കേഷനിലോട്ട്, അതായത് ഹൈപ്പോ തൈറോയിഡിസം പോലുള്ള കണ്ടീഷനിലോട്ട് മാറുകയുണ്ടാവാം. അപ്പോൾ ലക്ഷണങ്ങൾ പതുക്കെ നമ്മുടെ ശരീരം കാണിക്കുന്നുണ്ടാവും. അത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കാം. ഈ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് പല വിഭാഗങ്ങളുണ്ട്. അതായത് ഗ്രേവ്സ് ഡിസീസ്, അജിമോട്ടോ തൈറോയിഡിസം പോലുള്ള കണ്ടീഷനുകൾ, അതുപോലെ തന്നെ നൊഡ്യൂൾസ് പോലുള്ള കണ്ടീഷൻ, ഇതെല്ലാം തന്നെ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഭാഗങ്ങളാണ്. പക്ഷേ ഈ ഒരു തൈറോയിഡുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ് ലക്ഷണങ്ങൾ വെച്ചിട്ട്, നമ്മുടെ ശരീരം കാണിക്കാവുന്ന ലക്ഷണങ്ങളൊക്കെ വെച്ചിട്ട് പിന്നീട് അത് ഈ ഒരു പല ഭാഗങ്ങൾ ഈ ഒരു തൈറോയിഡൈറ്റിസ് പോലുള്ള ശരീരത്തിൽ വരുന്ന ഈ ഒരു ഇൻഫ്ലമേഷൻ കൂടുതലായിട്ട് വരുമ്പോഴാണ് തൈറോയിഡൈറ്റിസ് പോലുള്ള കണ്ടീഷൻ വരുന്നത്. അപ്പോൾ ഈ ഒരു തൈറോയിഡൈറ്റിസ് നമ്മുടെ ശരീരത്തിലുള്ള സന്ധികളിലെ പല ബോണിന്റെ പല സന്ധി ഭാഗങ്ങളിലോട്ട് പോകുമ്പോൾ അത് ആർത്രൈറ്റിസ് പോലുള്ള കണ്ടീഷനുകളാക്കി മാറി വരാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു തുടക്കം, അതിന്റെ റൂട്ട് കോസ് എന്ന് പറയുന്നത്, അതിന്റെ കാരണം, അതിന്റെ മൂല കാരണം എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ നിന്നായിരിക്കും. പിന്നീട് അത് ഗ്രാജുവലി മാറി ഓരോ ഭാഗങ്ങളിലോട്ട് എത്തുമ്പോൾ പല രീതിയിൽ പല പേരുകളുടെ, അതായത് അസുഖങ്ങളുടെ പേരുകളായിട്ട് ഇത് മാറുകയും തൈറോയിഡിന്റെ കോംപ്ലിക്കേഷൻ എന്ന രീതി ഇപ്പൊ തൈറോയിഡിന്റെ പല മറ്റ് കോംപ്ലിക്കേഷനോ അല്ലെങ്കിൽ മറ്റ് ടൈപ്പുകളായിട്ട് ഹൈപ്പോ തൈറോയിഡിസമോ ഹൈപ്പർ തൈറോയിഡിസമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞത്? അതായത് ഇങ്ങനത്തെ ഒരു കണ്ടീഷനുകളാണ് ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് റിസർച്ച് ചെയ്യുന്ന, അതായത് നമ്മൾ റിസർച്ച് ചെയ്യുന്ന സ്റ്റഡീസുകളിൽ പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കോംപ്ലിക്കേഷനുകൾ സാധാരണയായിട്ട് വരുന്ന സിംറ്റംസ് ആയി വരുന്നവരിൽ ഈ ഒരു ഹൈപ്പോ തൈറോയിഡിസം എന്ന രീതിയിലോട്ട് ഭാവിയിലോട്ട് വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ അത് മനസ്സിലാകുന്നില്ല. ഇതിനായിട്ട് നമ്മളപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? എങ്ങനെയാണ് നമ്മളത് മനസ്സിലാക്കാൻ പറ്റുക? അതിനായിട്ട് നമ്മൾ ആന്റിബോഡി ടെസ്റ്റ് ചെയ്യണം. തൈറോയിഡിന്റെ ആന്റിബോഡി ടെസ്റ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. എന്നാൽ മാത്രമാണ് ഈ ആന്റിബോഡിയിൽ വരുന്ന വേരിയേഷൻ മാത്രമാണ്, അതിൽ വരുന്ന വേരിയേഷനിൽ കൂടെയാണ് നമുക്കിത് മനസ്സിലാക്കാനായിട്ട് പറ്റുകയുള്ളൂ. അതായത് ANTI-TG, ANTI-TP പോലുള്ള ടെസ്റ്റുകൾ, നമ്മൾ ആന്റിബോഡി ടെസ്റ്റുകൾ നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നു. എന്നാൽ മാത്രമാണ് ഈ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ഉണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇത് നമുക്ക് തൈറോയിഡൈറ്റിസ് പോലുള്ള കണ്ടീഷൻ ശരീരത്തിൽ ഉണ്ടോ, ഈ ഒരു ലക്ഷണങ്ങൾ നമുക്ക് കാണിക്കുന്നുണ്ട്. പക്ഷെ തൈറോയ്ഡ് ചെക്ക് ചെയ്യുമ്പോൾ തൈറോയിഡിൻ്റെതായിട്ടുള്ള TSHന്റെ വാല്യൂ നോർമലായിട്ട് നിൽക്കുകയും ചെയ്യും. പക്ഷേ ആന്റിബോഡി ശരീരത്തിൽ കൂടുതലുണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള പല ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടാവുക. അപ്പം നമ്മൾ ആ ഒരു ലക്ഷണങ്ങളെ നോക്കി വേണം നമ്മൾ ട്രീറ്റ്മെന്റ് തുടങ്ങാനായിട്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു ടെസ്റ്റും കൂടി ഡോക്ടർമാർ ഉൾപ്പെടുത്തിയിട്ട് ചെയ്യുന്നുണ്ടാവും. അപ്പം ഞാൻ എടുത്തു പറഞ്ഞത് ഇത് മിക്കവർക്കും അറിയാത്തൊരു കാര്യമാണ്. ഇപ്പോൾ റിസർച്ച് സ്റ്റഡീസിൽ ഒരുപാട് കൂടി വരുന്ന ഒരു മേഖലയാണ് ഈ ഒരു തൈറോയിഡിന്റെ മേഖല എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള റിസർച്ച് സ്റ്റഡീസിൽ പറയുന്നത് ഇതാണ്. അപ്പോൾ ഈ ഒരു ആന്റിബോഡിന്റെ ഒരു വേരിയേഷൻ ആണ് മിക്കവരുടെ ശരീരത്തിലും കാണിക്കുന്നത്. അത് TSH വാല്യൂവിലോട്ട് നോർമലായിട്ട് നിൽക്കുകയും പക്ഷെ ആന്റിബോഡിയിൽ കൂടുതലായിട്ട് കാണിക്കുന്ന രീതിയാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ TSHന്റെ നമുക്ക് നോർമലായിട്ട് തരുന്ന മെഡിസിൻ തന്നെയായിരിക്കും നമുക്ക് തരുന്നുണ്ടാവുക. പക്ഷെ എന്നിരുന്നാലും നമ്മളുടേതായിട്ടുള്ള ലൈഫ് സ്റ്റൈലും നമ്മളുടെ ഡയറ്റ് ചാർട്ടും ഒക്കെ തന്നെ മാറ്റിയിട്ടുണ്ടെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഇത് വന്നാൽ തന്നെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളെ പറ്റി നമുക്ക് പറയാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഭക്ഷണത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ തന്നെയാണ്. അതിൽ നമുക്ക് ആദ്യം എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് ഗ്ലൂട്ടൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ സാധാരണ നമ്മൾ ഡെയിലി കഴിക്കുന്ന ഭക്ഷണങ്ങളെല്ലാം തന്നെ ഉണ്ട് അല്ലേ. അതായത് ഗ്ലൂട്ടൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ആണ് നമ്മൾ കൂടുതലായിട്ടും കഴിക്കുന്നുണ്ടാവുക. അതായത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ചപ്പാത്തി തന്നെയാണ്. ചപ്പാത്തി, പിന്നെ അതുപോലെ തന്നെ ഓട്സ്, ബിസ്ക്കറ്റ്, ഇങ്ങനെയുള്ള ബേക്കറി ഐറ്റംസ്, ഇതിലെല്ലാം തന്നെ പിന്നെ നമ്മൾ ചിലവർ റസ്ക് കഴിക്കുന്ന ശീലമുള്ളവരുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ബ്രെഡ് ഐറ്റംസ്, ഇതിലെല്ലാം തന്നെ ഗ്ലൂട്ടൻ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഗ്ലൂട്ടൻ അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ കൂടുതലായിട്ട് കഴിക്കുന്നവരിൽ ഇൻഫ്ലമേഷൻസ് ശരീരത്തിൽ കൂടാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതിന്റെ ഭാഗമായിട്ട് ഈ പറഞ്ഞ തൈറോയിഡൈറ്റിസ് പോലുള്ള കണ്ടീഷൻ കൂടുതലായിട്ട് വരാനുള്ള ചാൻസുകൾ കൂടുതലായിട്ട് ഭാവിയിൽ ഹൈപ്പോ തൈറോയിഡിസം ആയിട്ട് മാറും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഗ്ലൂട്ടൻ പരമാവധി ഒഴിവാക്കുകയാണ് നല്ലതെന്നാണ് പറയുന്നത്. ഇത് സ്റ്റഡീസ്, അതായത് റിസർച്ച് സ്റ്റഡീസിലോ അതായത് വേറൊരു ബുക്കിലോ സിലബസിലോ ഒന്നും തന്നെ ഇല്ലാത്ത കാര്യമാണ്. പക്ഷെ ഇത് കൂടുതലായിട്ട് ഇപ്പോൾ റിസർച്ചിൽ കണ്ടുവന്നിട്ടുള്ള കാര്യമാണ്. ഇപ്പം ഞാൻ ആദ്യം ഫസ്റ്റ് തന്നെ എടുത്തു പറഞ്ഞത് കേട്ടോ. അല്ലാതെ നമുക്ക് പുറമേ ആയിട്ട്, അതായത് മറ്റ് ഇപ്പം നമ്മൾ പറയുമല്ലോ
കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു ഗ്ലൂട്ടൻ ഒഴിവാക്കി നിർത്തുക എന്ന് ഡോക്ടർമാർ പറയുന്നുണ്ടാവില്ല. ചപ്പാത്തി തീരെ കഴിക്കരുത്, അല്ലെങ്കിൽ നിങ്ങൾ ബ്രെഡ് ഐറ്റംസ് കൂടുതൽ കഴിക്കരുത്. നമ്മൾ കൂടുതലായിട്ടും ചോറിന് പകരം ചപ്പാത്തി തന്നെയാണ് കൂടുതലും പറയുന്നുണ്ടാവുക അല്ലേ. അതായത് ഡയബറ്റിക്സ് ഉള്ള പേഷ്യൻസിനായാലും കൂടുതലായിട്ടും നമ്മൾ ആ ഒരു ചപ്പാത്തി ആയിരിക്കും നമ്മൾ കൂടുതലായിട്ടും ഡോക്ടർമാർ പറയുന്നുണ്ടാവുക, ചപ്പാത്തി കഴിക്കാനായിരിക്കും. പക്ഷേ ചപ്പാത്തിയിൽ ഗ്ലൂട്ടൻ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ക്വാണ്ടിറ്റി കുറച്ചിട്ട് അതിനേക്കാളും നല്ലത് ഗ്ലൂട്ടൻ ഒഴിവാക്കി അതിനേക്കാളും നല്ലത് നിങ്ങൾ സാധാരണ ചോറ് ക്വാണ്ടിറ്റി കുറച്ച് കഴിക്കുക തന്നെയാണ് ബെറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കഴിക്കാം. ഇത് ശരീരത്തിന് ഒരുപാട് ഗുണങ്ങൾ ഉണ്ട് എന്നാണ് സ്റ്റഡീസ് ചെയ്തിട്ടുള്ള റിസർച്ചുകളിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ ഗ്ലൂട്ടൻ ഒഴിവാക്കി നിർത്താം. പിന്നെ അതുപോലെ തന്നെ പാല് പാല് ചിലവരിൽ ഈ പറഞ്ഞ പോലെ പ്രത്യേകിച്ച് ഫീമെയിൽസിന് ഈസ്ട്രജൻ പോലുള്ള ഹോർമോണിൻ്റെ വേരിയേഷൻ വരാനുള്ള ചാൻസുകൾ കൂടുതലാണ് കേട്ടോ പാല് കൂടുതലായിട്ട് കഴിക്കുന്നവരിൽ. അപ്പോൾ ഇങ്ങനെ ചിലവരുടെ ശരീരത്തിൽ ലാക്ടോസ് അലർജി പോലുള്ളവരുണ്ട്. അപ്പോൾ ഇതും ഈ ഒരു പാല് ഇങ്ങനെയുള്ളവർ തൈറോയിഡിൻ്റെ പ്രശ്നമുള്ളവർ ഒന്ന് ഒഴിവാക്കി നിർത്തുന്നത് വളരെ നല്ലതാണ്. പിന്നെ സോയ റിലേറ്റഡ് ആയിട്ടുള്ള സോയാബീൻ പയർ, അതുപോലെ സോയ ചങ്ക്സ്, പിന്നെ അതുപോലെ തന്നെ സോയ മിൽക്ക്, അങ്ങനെ സോയ റിലേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് കഴിക്കുന്നത് പരമാവധി ഒഴിവാക്കുക. പിന്നെ അതുപോലെ തന്നെ ക്രൂസിഫറസ് ആയിട്ടുള്ള വെജിറ്റബിൾസ്, ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലേ. ഇപ്പോൾ കാബേജ്, ബ്രൊക്കോളി, പിന്നെ അതുപോലെ തന്നെ സാധാരണയായിട്ട് നമ്മൾ പറയുന്ന ഇങ്ങനത്തെ ക്രൂസിഫറസ് ആയിട്ടുള്ള വെജിറ്റബിൾസ്. അപ്പോൾ ഇങ്ങനെയുള്ള വെജിറ്റബിൾസ് നമ്മൾ ഒഴിവാക്കി നിർത്തുന്നതാണ് നല്ലത്. കാബേജ്, ബ്രൊക്കോളി, കോളിഫ്ലവർ, ഇതൊക്കെയാണ് സാധാരണയായിട്ട് പറയുന്നത്. പിന്നെ കപ്പ ഒഴിവാക്കി നിർത്താം. അതായത് പല നാട്ടുകളിലും പല പേരിൽ പറയും, കൊള്ളിക്കിഴങ്ങ് കപ്പ എന്നൊക്കെ പറയും. കപ്പ കഴിക്കുന്നത് ഈ തൈറോയ്ഡ് ഉള്ളവരിൽ കൂടുതൽ ബുദ്ധിമുട്ട് വരുന്നെന്നാണ് പറയുന്നത്. അപ്പോൾ കപ്പ പരമാവധി ഒഴിവാക്കി നിർത്താം. അപ്പോൾ കപ്പ ഒഴിവാക്കി നിർത്തുന്നതാണ് നല്ലത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇനി നമ്മൾ കഴിക്കേണ്ടതായിട്ടുള്ള ഭക്ഷണങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതലായിട്ട് നമ്മൾ ബി കോംപ്ലക്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, അതായത് B12 അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കുന്നത് നല്ലതാണ്. അതായത് ബി കോംപ്ലക്സ് എന്നും B3, B6, B12 അടങ്ങിയിട്ടുള്ളതായിട്ടുള്ള ഒരുപാട്, അതായത് ഒട്ടുമിക്ക വെജിറ്റബിൾസിലും അതുപോലെ തന്നെ ഫ്രൂട്ട്സിലും പയറുവർഗ്ഗങ്ങളിലും ഒക്കെ തന്നെ ഈ ഒരു ബി കോംപ്ലക്സ് ഉണ്ട്. അപ്പോൾ ധാരാളമായിട്ട് വെജിറ്റബിൾസ് കഴിക്കുക, പയറുവർഗ്ഗങ്ങൾ, പരിപ്പ് വർഗ്ഗങ്ങൾ ധാരാളമായിട്ട് കഴിക്കുക. ഇതൊക്കെ തന്നെ ചെയ്യുന്നത് വളരെ നല്ലതാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ D3, വൈറ്റമിൻ D3 ഈ ഒരു തൈറോയിഡിന് വളരെ നല്ലതാണ്. ഇത് ഏറ്റവും കൂടുതൽ കിട്ടുന്ന സോഴ്സ് നമ്മളുടെ സൂര്യപ്രകാശമാണ്, സൺലൈറ്റ് ആണ്. അപ്പോൾ രാവിലത്തെയും വൈകുന്നേരത്തെയും, രാവിലെ ഒരു 8:30 തൊട്ട് 9 മണി വരെയുള്ള ആ വെയിലാണ് നല്ലതെന്ന് പറയുന്നത്. പിന്നെ അസ്തമയത്തിന് കുറച്ച് മുന്നേ ഉള്ള പ്രകാശം, അതായത് ഒരു അസ്തമയം എപ്പോഴാണെന്നുണ്ടെങ്കിൽ അതിന് 1 മണിക്കൂർ മുന്നേ ഉള്ള വെയിലാണ് ആ ഒരു പോക്കുവെയിൽ എന്ന് പറയും. വെയിലാണ് ഏറ്റവും കൂടുതൽ D3 അടങ്ങിയിട്ടുള്ളത് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഉച്ച സമയത്തൊക്കെ നമ്മൾ ഈ ഒരു വൈറ്റമിൻ D3 കിട്ടണമെന്ന് വിചാരിച്ചിട്ട് ചെന്നുണ്ടെങ്കിൽ നമുക്ക് വൈറ്റമിൻ D3 അല്ലേ കിട്ടുക. അത് അൾട്രാ വയലറ്റ് രശ്മിയാണ്, അത്രയും കാഠിന്യം കൂടുതലാണ്. അപ്പോൾ അത് ശരീരത്തിന് അത് താങ്ങാൻ പറ്റില്ല. അപ്പോൾ ഈ 2 സമയങ്ങളാണ് ഏറ്റവും കൂടുതൽ നമുക്ക് D3 കിട്ടുന്നുണ്ടാവുക. ഇങ്ങനെ സൂര്യപ്രകാശം കിട്ടാൻ, അതായത് പുറത്ത് പോയിട്ട് ഇങ്ങനെ തട്ടാൻ പ്രയാസമുള്ളവർ, ഇപ്പോൾ ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ അങ്ങനെ പറ്റുന്നുണ്ടാവില്ല. അങ്ങനെയുള്ളവർക്ക് നമുക്ക് സപ്ലിമെന്റ് എന്ന രീതിയിൽ തന്നെ D3 നമുക്ക് എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ളവർ അങ്ങനെ ചെയ്യുക. അപ്പോൾ D3 വളരെ നല്ലതാണ് കേട്ടോ. പിന്നെ ചില കോമ്പിനേഷൻ എന്ന രീതിയിൽ സെലിനിയം, സിങ്ക്, അയഡിൻ കോമ്പിനേഷൻ വളരെ നല്ലതാണ് കേട്ടോ. സെലിനിയം, സിങ്ക് നട്ട്സിലും സീഡ്സിലും ഒരുപാടുണ്ട്. ബദാം, വാൾനട്ട്, ഇതിലൊക്കെ തന്നെ സെലിനിയം, സിങ്ക് ഒക്കെ തന്നെ വളരെയധികം അടങ്ങിയിട്ടുണ്ട്. ഇത് മുടി കൊഴിച്ചലിനും അതുപോലെ തന്നെ നമ്മളുടെ എല്ലിന്റെ ശക്തിക്കും പിന്നെ കാഴ്ച ശക്തിക്കും നമ്മളുടെ ഓർമ്മ ശക്തിക്കും ഇതെല്ലാത്തിനും തന്നെ സഹായിക്കാവുന്ന ഒന്ന് തന്നെയാണ് ഈ സെലിനിയം, സിങ്ക് ഒക്കെ തന്നെ പറയുന്നത് കേട്ടോ. ശരീരത്തിന്റെ ഒട്ടുമിക്ക എല്ലാ പ്രവർത്തനങ്ങളും ഇത് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ സെലിനിയം, സിങ്ക്, അയഡിൻ അടങ്ങിയിട്ടുള്ള കോമ്പിനേഷൻ ഫുഡ്സുകൾ കഴിക്കുന്നത് വളരെ നല്ലതാണ്. നമുക്ക് പണ്ടേ തൊട്ടറിയാം അയഡിൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കാൻ പറയും അല്ലേ, തൈറോയിഡിനെ മാറ്റി നിർത്താനായിട്ട്. അപ്പോൾ അയഡിൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് നമുക്ക് ഉൾപ്പെടുത്തി കഴിക്കുന്നത് ഈ ഒരു തൈറോയിഡിസം പോലുള്ള കണ്ടീഷനുകളെ മാറ്റി നിർത്താനായിട്ട് വളരെയധികം നല്ലതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ ഫുഡുകൾ കഴിക്കുക. പിന്നെ അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ കുറച്ച് അവോയ്ഡ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ റെഗുലർ എക്സസൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ അധികമായിട്ട് വറുത്ത് പൊരിച്ച ആഹാരങ്ങൾ കുറച്ച് നിർത്തുക. പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുന്നത് കുറയ്ക്കുക. പിന്നെ അതുപോലെ തന്നെ ധാരാളം വെള്ളം കുടിക്കുക. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഈ ഒരു തൈറോയിഡിന്റെ പ്രശ്നമുള്ളവർ കൃത്യമായിട്ടുള്ളൊരു ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ തന്നെ ഒട്ടുമിക്ക എല്ലാ രോഗങ്ങളും നമുക്ക് നിയന്ത്രിച്ച് നിർത്താൻ പറ്റും. നമ്മുടെ ശരീരത്തിന് നമുക്ക് കൈകാര്യം ചെയ്ത് കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, നമ്മളുടെ കൃത്യമായ രീതിയിൽ ഭക്ഷണം ക്രമീകരിച്ചിട്ട് നിർത്താം. അപ്പോൾ ഈ ഒരു തൈറോയിഡ് വരുന്നതിന്റെ പ്രധാന കാരണങ്ങൾ എന്ന് പറയുന്നത് 80% പാരമ്പര്യമാണ്, ഹെറിഡിറ്ററി ആയിട്ടാണ് വരുന്നത്. നമ്മുടെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത് പിന്തുടർന്നിട്ട് നമ്മുടെ മക്കൾക്ക് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പ്രത്യേകിച്ച്
മദർ, നമ്മുടെ അമ്മയ്ക്ക് ഉണ്ടെങ്കിൽ, തൈറോയ്ഡ് ഉണ്ടെങ്കിൽ അത് മകൾക്ക് കിട്ടാൻ ചാൻസ് കൂടുതലാണ്. മകളുടെ മകൾക്ക്, അതായത് അങ്ങനെ ക്യാരി ചെയ്ത് പോകാനാണ് കൂടുതൽ ചാൻസ് കൂടുതൽ. അതായത് അച്ഛനേക്കാൾ ഉപരി അമ്മയ്ക്ക് ചാൻസ് കൂടുതലാണ് എന്നാണ് പറയുന്നത്. ആ ഒരു എക്സസ് ക്രോമസോൺസ് ആണ് കൂടുതലായിട്ട് ഇത് ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്നത്, കാരിയർ ആയിട്ട് പോകുന്നത്. പക്ഷെ എന്നിരുന്നാലും നമ്മൾ 80% ഇതുപോലെ പാരന്റിന് ഉണ്ടെങ്കിൽ നമുക്ക് തൈറോയ്ഡ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ അതുപോലെ തന്നെ ഇതുപോലെ ഹോർമോൺ പ്രശ്നങ്ങൾ, വേരിയേഷൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ തൈറോയ്ഡിനെ അത് ബാധിക്കും. അപ്പോൾ ഇങ്ങനെ നമുക്ക് തൈറോയ്ഡ് കണ്ടീഷനുകൾ കൂടുതലായിട്ട് വരുന്നു. പിന്നെ നമ്മുടെ ഭക്ഷണക്രമം ശ്രദ്ധിക്കുക. പറഞ്ഞ ഗ്ലൂട്ടൻ കംപ്ലീറ്റ് ഒഴിവാക്കുക, കാർബോഹൈഡ്രേറ്റും ഒരു പരിധി വരെ ഒഴിവാക്കുക, വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക, നമ്മളുടെ കൃത്യമായ രീതിയിൽ ഹൈറ്റിനനുസരിച്ചിട്ടുള്ള വെയിറ്റ് തന്നെ ക്രമീകരിച്ചിട്ട് കൊണ്ടുപോവുക. ഒരു കൃത്യമായ രീതിയിൽ നമ്മൾ ഡയറ്റ് ഫോളോ ചെയ്തിട്ട് പോവുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഇതിനെ നിയന്ത്രിച്ച് നിർത്താവുന്നതേ ഉള്ളൂ. നമ്മുടെ വീട്ടിലുള്ള സാധാരണയായിട്ട് നമുക്ക് പൊട്ടറ്റോ വളരെ നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ വെണ്ടയ്ക്ക, ഉലുവ, ഇതൊക്കെ തന്നെ വളരെ നല്ലതാണ്. സ്വീറ്റ് പൊട്ടറ്റോ കഴിക്കുന്നത് ഈ ഒരു തൈറോയ്ഡ് ഉള്ളവർക്ക് വളരെ നല്ലതാണ്. അപ്പൊ ഇങ്ങനെയുള്ള നമ്മളുടെ വീട്ടിലുള്ള ഭക്ഷണങ്ങൾ ഈ കപ്പ എന്നൊക്കെ പറയുന്നത് നമ്മുടെ വീട്ടിലുള്ള ഭക്ഷണങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ ഇത് ശരീരത്തിന് തൈറോയ്ഡ് ഉള്ളവർക്ക് നല്ലതല്ല, അത് ഒഴിവാക്കി നിർത്തുക തന്നെ വേണം. പിന്നെ ധാരാളമായിട്ട് വെജിറ്റബിൾസ് കഴിക്കുക. ഫ്രൂട്ട്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ ധാരാളം മധുരമുള്ള ഫ്രൂട്ട്സുകൾ ഒഴിവാക്കുക കേട്ടോ. മധുരമുള്ള ബേക്കറി ഐറ്റംസും അതുപോലെ തന്നെ മറ്റു ഫുഡുകളൊക്കെ തന്നെ പരമാവധി ഒഴിവാക്കുക. പിന്നെ കാൽസ്യം ആയാലും അയൺ ആയിട്ടും ഡെഫിഷ്യൻസി വരാനുള്ള സാധ്യതകൾ കുറയ്ക്കുക. അപ്പൊ അതിനായിട്ടുള്ള ഭക്ഷണങ്ങൾ ക്രമീകരിച്ച് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ നമുക്ക് നാരങ്ങ, അതുപോലെ ഓറഞ്ച്, ഇതൊക്കെ ഫ്രൂട്ട്സുകളിൽ വളരെ നല്ലതാണ്. വൈറ്റമിൻ സി ഉള്ളതാണ്. അപ്പോൾ നമുക്ക് രോഗപ്രതിരോധ ശക്തി കൂടാനായിട്ട് സഹായിക്കും. ഇൻഫ്ലമേഷൻ ശരീരത്തിൽ വരാതിരിക്കാനുള്ള സാധ്യതകളെ കുറച്ചു നിർത്തും. പിന്നെ സെലിനിയം, സിങ്ക്, അയഡിൻ കോമ്പിനേഷൻ ആയിട്ടുള്ള ഫുഡുകൾ കൂടുതലായിട്ട് കഴിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ തൈറോയിഡിനെ പറ്റിയുള്ള ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്തു. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.